വീട്ടിലൊന്നും വഴക്കാണോ? ഈ വീഡിയോ പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സ്ത്രീകളുടെ മനസ്സിൽ ഇടം നേടാനും നേടിയ ഇടം നിലനിർത്താനും ഒരു സ്പെഷ്യൽ ട്രിക്കാണ്. സ്ത്രീകളും ഡെഫിനറ്റ് ആയിട്ട് കാണും. നമ്മുടെ പുരുഷന്മാർക്ക് ഏറ്റവും കൂടുതലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കാര്യത്തിനും സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ വീട്ടിലത്തെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലൊരു കറണ്ട് പോയാലോ കാർ കേടായ അങ്ങനെ വീട്ടിലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് വേഗം സൊല്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം അവർ കഷ്ടപ്പെട്ടൊന്ന് ശ്രമിച്ചു നോക്കും. എന്നിട്ട് പറ്റിയിട്ടില്ലെങ്കിൽ മാത്രം പുറത്തുനിന്ന് ആളെ വിളിക്കും. ആക്ച്വലി ഇതൊരു വളരെ നല്ലൊരു സ്കില്ലാണ്. പക്ഷേ ഈ ഒരു നല്ല സ്കില്ല് പലപ്പോഴും പുരുഷന്മാര് റിലേഷൻഷിപ്പിലാവുമ്പോൾ ഈ ഒരു സ്കില്ല് അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാല് അത് 8ന്റെ പണി തരുന്ന ഒരു സ്കില്ലും കൂടെയാണ്. ഒരു ഉദാഹരണം പറയട്ടെ. ഒരാളുടെ വൈഫ് ജോലി കഴിഞ്ഞിട്ട് ആകെ ടയേർഡായി ഭയങ്കര ക്ഷീണിച്ചിട്ട് തിരിച്ചെത്തി, നനഞ്ഞിട്ടുമുണ്ട്. എന്നിട്ട് ആകെ മുഖമൊക്കെ ആകെ ദേഷ്യം പിടിച്ച് സങ്കടപ്പെട്ടിട്ട് ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയാണ്, ജോലി ഭയങ്കര ടെൻഷനാണ്, സ്ട്രെസ്സാണ്, എനിക്ക് പറ്റണില്ല, എന്താണ് ഇങ്ങനെ. അതേപോലെ ഞാനിന്ന് കുട എടുക്കാനും മറന്നു, ആകെ നനഞ്ഞ് കുടിച്ച് ഇതായി, അങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ തിരിച്ച് ഹസ്ബൻഡാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എന്ത് പറയും? 90% ആളുകൾ പറയാ, കുട എടുക്കാതെ പോയത്, നിനക്ക് ജോലി എത്ര സ്ട്രെസ്ഫുൾ ആണെങ്കിൽ നീ ആ ജോലി ചെയ്യണ്ട, വേറെ ജോലി നോക്ക്. ആക്ച്വലി ഈ കംപ്ലൈൻറ്റ്സ് കുറെ ബ്ലാ 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 കംപ്ലൈൻറ്റ്സ് പറഞ്ഞ സ്ത്രീ ആക്ച്വലി നിങ്ങളുടെ അടുത്ത് ഈ ഒരു കംപ്ലൈൻറ്റ്സ് പറഞ്ഞിട്ടുണ്ടാവുക സൊല്യൂഷന് വേണ്ടിയിട്ടല്ല. ഇതൊക്കെ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളാണ്. അപ്പം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത് ഫുള്ളി സൊല്യൂഷന് വേണ്ടിയിട്ടല്ല. ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സ്ത്രീ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. പക്ഷേ അതിന് ആ ഒരു സിറ്റുവേഷൻ ഫീൽ ചെയ്തിട്ട് നിങ്ങൾക്ക് സൊല്യൂഷൻ കൊടുക്കാം, കുഴപ്പമില്ല. പക്ഷെ ആ സിറ്റുവേഷൻ ഫീൽ ചെയ്യാതെ കുട എടുക്കുക എന്ന് പറയുന്നത് ഒരു കുറ്റപ്പെടുത്തൽ പോലെയാണ് അവൾക്ക് ഫീൽ ചെയ്യുക. അപ്പോൾ അവർ വിചാരിക്കും, ഞാൻ എന്തിനാ ദൈവമേ ഇത് ഇയാളുടെ അടുത്ത് പറഞ്ഞത്, ഇനി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇയാളുടെ അടുത്ത് പറയില്ല, ഇപ്പം നനഞ്ഞതും പോട്ടെ, ഇയാളുടെ അടുത്ത് നിന്നും ചീത്ത കിട്ടി എന്നുള്ള ഒരു ചിന്തയായിരിക്കും വൈഫിന്റെ മനസ്സിലുണ്ടാവുക. പിന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇങ്ങനെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവര് നമ്മളെ മനസ്സിലാക്കുന്നില്ല, എൻ്റെ ഹസ്ബൻഡിന് മനസ്സിലാവുന്നില്ല എന്നുള്ളൊരു തോന്നല് വരും. മാത്രമല്ല അവരിങ്ങനെ പറച്ചിലങ്ങോട്ട് നിർത്തും. അപ്പോൾ അടുത്ത പ്രാവശ്യം നിങ്ങളുടെ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ വൈഫ്, ബ്രദർ, സിസ്റ്റർ ആരായിക്കോട്ടെ നിങ്ങളുടെ അടുത്തൊരു കംപ്ലൈൻറ്റ് പറയാണ്, ചിന്തിക്കുക ഇവരിത് സൊല്യൂഷന് വേണ്ടിയിട്ടാണോ പറയുന്നത്, അതോ അവർ പറയുന്നത് ഞാൻ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണോ പറയുന്നത് എന്ന് ചിന്തിക്കുക. എന്നിട്ട് ചിന്തിച്ചിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് എന്നെങ്കിൽ ജസ്റ്റ് ഫീൽ ചെയ്യുന്ന പോലെ ആക്ടിങ്ങിലും ചെയ്യുക. ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അടുത്ത വീഡിയോയിലുള്ളത്.